Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ മെഷർമെന്റ് ആൻഡ് യൂണിറ്റ് ആണ്. അപ്പോൾ മെഷർമെന്റ് ആൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അളവുകളും യൂണിറ്റുകളും. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ചില മെഷർമെന്റ്, ചില യൂണിറ്റുകൾ നമുക്ക് എന്താ പറയുക, നമുക്കൊരു കടയിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, അരി കാര്യങ്ങളൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ പച്ചക്കറി, ഇപ്പം ഇത്ര കിലോ വെളുത്തുള്ളി വേണം, അല്ലെങ്കിൽ ഇത്ര കിലോ ഇന്നത് വേണം എന്ന് പറയുന്നത് ഓരോ അളവുകളും യൂണിറ്റുകളും വെച്ചിട്ടാണ് അല്ലേ? ഇത്ര കിലോ അല്ലെങ്കിൽ 3 കിലോ അതെന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ ഒരു മെഷർമെന്റ് നമ്മൾ പറയുന്നതാണ് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള മെഷർമെന്റ് ആൻഡ് യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പാഠമാണ് ഈ പാഠഭാഗം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ പാഠം തുടങ്ങുമ്പോൾ തന്നെ ഒരു മെക്കാനിക്കും 2 കുട്ടികളും തമ്മിലുള്ള കോൺവെർസേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കാറിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കാറിന്റെ എഞ്ചിൻ ജപ്പാനിലും മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലുമാണ് നിർമ്മിച്ചിരിക്കുന്ന മെക്കാനിക്ക് പറയാണ്. അപ്പോൾ കുട്ടിയുടെ സംശയമാണ്, പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നത് എങ്ങനെ കൃത്യമായി യോജിപ്പിക്കാൻ കഴിയും? ശരിയാണ് അല്ലേ? അതായത് കാറിന്റെ എഞ്ചിൻ ജപ്പാനിലാണ്, മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലാണ്. അതെല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് കാർ പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് യോജിപ്പിക്കാൻ കഴിയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട്. അതായത് ഇതുപോലുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് എന്താണ്, വസ്തുക്കളുടെയും അതുപോലെ തന്നെ പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷത. ഇറ്റ് ഈസ് നെസസറി ടു മെഷർ ആൻഡ് സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഫിനോമിന. സച്ച് മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതുപോലെ ഇത്തരം അളവുകളെ പറയുന്ന പേരാണ് എന്ത്? ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ ചിത്രങ്ങൾ നോക്കിക്കേ. ഒരാൾ എന്താ ചെയ്യണേ? ഫസ്റ്റത്തെ ചിത്രം ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ആളെന്താ ചെയ്യണത്? എന്തിൻ്റെ അളവെടുക്കണേ? കുഴിയുടെ ആഴം അളന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഫസ്റ്റത്തെ ചിത്രം നോക്കിക്കേ, കുഴിയുടെ ആഴം അളക്കുകയാണ് അല്ലേ? കുഴിയുടെ ആഴം അളക്കുന്നത് ഏതളവ് ഉപയോഗിച്ചിട്ടാണ് കുഴിയുടെ ആഴം അളക്കുന്നത്? താഴേക്ക് അതിൻ്റെ എന്താണ് അളക്കുന്നത്? അതിൻ്റെ നീളമാണ് അളക്കണത് അല്ലേ? അതിൻ്റെ ലെങ്ത് ആണ് അളക്കണത്. സെക്കൻഡ് ചിത്രത്തിൽ നോക്കും, ഒരു ടൊമാറ്റോൻ്റെ അല്ലെങ്കിൽ തക്കാളിയുടെ വെയിറ്റ് നോക്കുകയാണ്. അപ്പം അതെങ്ങനെയാണ്, ഏതിലാണ് അവർ മെഷർ ചെയ്യുന്നത്? ഏത് അളവിലാണ് അവർ മെഷർ ചെയ്യുന്നത്? 3.5 കിലോഗ്രാം, 3.5 കിലോ എന്ന് പറയുന്ന അതാണ്. അപ്പം അതിൻ്റെ ഇതെന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അളവെന്ന് പറയുന്നത് ഏതാണ്? മാസാണ് അല്ലേ? തൂക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് മാസാണ് അല്ലേ? നെക്സ്റ്റ് അടുത്ത ചിത്രം നോക്കൂ. അടുത്ത ചിത്രത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരാളുടെ കൈയിൻ്റെ ഷർട്ടിൻ്റെ കൈയിൻ്റെ നീളം എടുക്കുകയാണ്. എത്ര നീളം വേണമെന്നുള്ളത് ഒരു ടൈലർ അല്ലേ? അത് എന്താണ് സൂചിപ്പിക്കുന്നത്? അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ലെങ്ത് ആണല്ലേ എടുക്കുന്നത്, ആ കൈയിൻ്റെ നീളമാണ് എടുക്കുന്നത് അല്ലേ? നെക്സ്റ്റ് ചിത്രം നോക്കൂ. ഒരാള് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് റേസിങ് നോക്കുകയാണ്. ഒരാൾ ഓടണതിന്റെ എത്ര ടൈം അയാൾ എടുക്കുന്നുണ്ട് എന്ന് നോക്കുകയാണ്. അപ്പൊ അതിന്റെ എന്താണ് നോക്കുന്നത്? സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് അയാളുടെ ടൈമാണ് നോക്കണം. ഇത്ര സമയത്തിനുള്ള അയാൾ ഓടി തീർക്കുന്നു, എത്ര സമയത്തിനുള്ള അയാൾ ഓടി തീർക്കുന്നു. അപ്പൊ അതിന്റെ ടൈമാണ് അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? പ്രഷർ നോക്കുകയാണ് അല്ലെ? അപ്പൊ പ്രഷറിന്റെ അതായത് മെഷറിങ് ബ്ലഡ് പ്രഷർ എത്രയുണ്ടെന്ന് മെഷർ ചെയ്യാണ്. അപ്പൊ അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? പ്രഷറാണ് അല്ലെ? നെക്സ്റ്റ് എന്താണ് നോക്കണത്? പനി നോക്കുകയാണ് അല്ലെ? ആ അളവ് എങ്ങനെയാണ്? അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ആണ് അല്ലെ? അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഭൗതിക അളവ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ആണ്. അങ്ങനെ ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ചും ഓരോന്നിന്റെ ഭൗതിക അളവുകൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഫസ്റ്റ് ചിത്രത്തിൽ ലെങ്ത് ആണ് എടുക്കുന്നത്, സെക്കൻഡ് ചിത്രത്തിൽ ഏതാണ്? അതിന്റെ വെയിറ്റ്, അതിന്റെ മാസാണ്. പിന്നത്തെ ചിത്രത്തിൽ നീളാണ്, ലെങ്ത് ആണ്. പിന്നെ ടൈം അനുസരിച്ചിട്ടുള്ളതാണ്.
പിന്നെ പ്രഷർ അനുസരിച്ചിട്ടുള്ളതാണ്, പിന്നെ നമ്മുടെ ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയാവുന്ന കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞേ? സ്പീഡ്, വർക്ക്, പവർ, ഫോഴ്സ്, വോളിയം, ഏരിയ, ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, നോട്ട് ചെയ്തില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകളും. ഓക്കെ, എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? നമുക്ക് അത് ഫസ്റ്റ് നോക്കാം. നമ്മളിപ്പോൾ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു ഇല്ലേ? കുറേ എണ്ണുണ്ട്. അതിൽ ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ്, ലൂമിനസ് ഇന്റൻസിറ്റി, അതുപോലെ ഇലക്ട്രിക് കറണ്ട് എന്നിവയെല്ലാം എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റെല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ കഴിയും. ഈ അടിസ്ഥാന അളവുകളെ അല്ലെങ്കിൽ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പരസ്പരം ബന്ധപ്പെടുത്തി നമുക്ക് മറ്റളവുകൾ പ്രസ്താവിക്കാൻ കഴിയും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള അളവുകൾ കണ്ടെത്താൻ പറ്റും. പക്ഷേ മറ്റളവുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രസ്താവിക്കാൻ ഈ അളവുകളെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും നമുക്ക് പ്രസ്താവിക്കാൻ കഴിയില്ല. മനസ്സിലായോ? ഇതിനെയാണ് എന്താ അടിസ്ഥാന അളവുകൾ അഥവാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചർ ഒന്നും കൂടി വായിക്കാം. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി and cannot be expressed in terms of other quantities and cannot be expressed in terms of other quantities. other quantities വെച്ചിട്ട് അല്ലെങ്കിൽ അതർ അളവുകൾ വെച്ചിട്ട് മറ്റളവുകൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമുക്ക് അതർ ക്വാണ്ടിറ്റീസ് മറ്റളവുകളെ നമുക്ക് പ്രസ്താവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മളിപ്പോൾ പഠിച്ചത്? എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ? ലെങ്ത്, ഓക്കെ, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി. ഇതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മളോട് ഫസ്റ്റത്തെ ഒരു ടേബിൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ടേബിൾ നോക്കിയിട്ട് നമ്മളോട് ആ ടേബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഏതൊക്കെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അതിലുള്ളത്? ലെങ്ത് ഉണ്ട്, മാസ് ഉണ്ട്, ടൈം ഉണ്ട്, പിന്നെ ഏതാ? ടെമ്പറേച്ചർ അല്ലേ? അപ്പൊ അത് ഒന്ന് നോട്ട് ചെയ്തേക്കോട്ടോ. ഓക്കെ, നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മാത്രമാണോ ഉപയോഗിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് നോക്കാം. അതിലത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ചിത്രം നോക്കാം. എന്താണ് അതില്? പെയിന്റിങ്, ഫോർ പെയിന്റിങ് ദ വാൾ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? വാൾ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്താണ് എടുത്തിട്ടുള്ളത്? ഏരിയ ആണ് എടുക്കണേ അല്ലെ? ഏരിയ അല്ലെ? ഇത്ര ഏരിയയിലേക്ക് അവർക്ക് പെയിന്റ് ചെയ്യണം, ഇത്ര ഏരിയ അവർ കവർ ചെയ്യണം, പെയിന്റ് ചെയ്യണം. അപ്പൊ അവിടെ എടുക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? ഏരിയ ആണ്. അപ്പൊ സെക്കൻഡ് അതിലെന്താണ്? ഒരു ഗ്ലാസ്സിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യാണ് അല്ലെ? അപ്പൊ അതിന്റെ എന്താണ് എടുക്കണത്? അതിന്റെ വോളിയം ആണല്ലേ? ഇത്ര വോളിയം, ഇത്ര അതിൽ കൊള്ളുന്നുണ്ട്, ഇത്ര വോളിയം ആണ് എടുക്കുന്നത്. തേർഡ് പിക്ചർ നോക്കിക്കേ. അതിലും എന്താണ്? വോളിയം ആണല്ലേ? ഉള്ളിലത്തെ അളവാണ് അല്ലെ? വോളിയം. അതിലെത്ര ക്വാണ്ടിറ്റി കൊള്ളും, എത്ര മരുന്ന് കൊള്ളും അല്ലെ എത്ര വെള്ളം കൊള്ളും, അതിന്റെ വോളിയം ആണ് എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ വെച്ചിട്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ഫോർ പെയിന്റിങ് ദ വോൾ ആണ് അല്ലെ? വോള് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്തത്? ഏരിയ ആണ് അല്ലെ? ഏരിയ കണ്ടെത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ഏരിയ കണ്ടെത്തുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് അല്ലെ? ഇത്ര ലെങ്ത് ഇത്ര വിഡ്ത്ത്. അപ്പൊ നമുക്ക് അതിന്റെ ഏരിയ കിട്ടും. ഓക്കെ, അങ്ങനെ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫോർ പെയിന്റിങ് ദ വോൾ. ഓക്കെ, സെക്കൻഡ് പിക്ചർ, തേർഡ് പിക്ചർ നോക്കിക്കേ. രണ്ടും ഗ്ലാസ്സിലേക്ക് എന്തെങ്കിലും മെഷർമെന്റ് ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ഒരു ലിക്വിഡ്, അതിന്റെ മെഷർമെന്റ് നോക്കണം. ഇത്ര അളവ് വെള്ളം അല്ലെങ്കിൽ ഇത്ര അളവ് മരുന്ന്, അതിന്റെ എന്താണ് നോക്കുന്നത്? വോളിയം ആണ് നോക്കണത് അല്ലെ? ആ വോളിയം എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? എങ്ങനെയാണ് കണ്ടെത്തുന്നത്? വോളിയം ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് ദി മെഷറിംഗ് ജാർ ഇൻറ്റു ഹൈറ്റ്.
സർക്കംഫറൻസ് ഓഫ് മെഷറിംഗ് ജാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അളവ് ജാറിന്റെ ചുറ്റളവ്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവ്. അപ്പൊ അളവ് ജാറിന്റെ ചുറ്റളവ്, സർക്കംഫറൻസ് ഓഫ് ദി മെഷറിംഗ് ജാർ ഇൻറ്റു ഹൈറ്റ്. എത്ര ഹൈറ്റ് ഉണ്ട്? എത്ര ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എത്ര ഉയരമുണ്ട്. ഓക്കെ, അതാണ് അതിൽ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല എന്താ? ഏരിയ എങ്ങനെ കണ്ടെത്താം? ഏരിയ ഇൻറ്റു വിഡ്ത്ത്. വോളിയം എങ്ങനെ കണ്ടെത്താം? സർക്കംഫറൻസ് ഓഫ് ദി മെഷറിംഗ് ജാർ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, മനസ്സിലായോ? ഇനി വിച്ച് ആർ ദ ക്വാണ്ടിറ്റീസ് യൂസ്ഡ് ഹിയർ ടു ഫൈൻഡ് ഏരിയ ആൻഡ് വോളിയം? ഏരിയയും വോളിയവും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണ്? ഏരിയയും വോളിയം ഒക്കെ കണ്ടെത്താൻ വേണ്ടി ഇതിൽ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണ്? ലെങ്ത് ആണ്, അല്ലേ? ഏരിയയും അതുപോലെ തന്നെ പരപ്പളവ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരപ്പളവ്, വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്തം എന്നിവ കണ്ടെത്താൻ ഇവിടെ ഏതെല്ലാം അളവുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്? നീളം, അല്ലേ? ലെങ്ത് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലേ? ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഏത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? ലെങ്ത് കേട്ടോ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ലെങ്ത്. ഏത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഏരിയയും വോളിയം എടുക്കാൻ വേണ്ടിയിട്ട്, ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? ലെങ്ത് കേട്ടോ. ഓക്കെ, അത് നോട്ട് ചെയ്തേക്കോ കേട്ടോ. അപ്പോൾ രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു. രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം, അല്ലെ? രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരത്തിന് എന്തെന്ന് പറയുന്നു? നീളം എന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു. പരപ്പളവ്, വ്യാപ്തം എന്നീ അളവുകളെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ ഉപയോഗിച്ചത്, അല്ലേ? നീളം എന്ന അടിസ്ഥാന അളവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടീച്ചർ ഒന്നുകൂടി പറയാം. The distance between two positions represents a physical quantity called length. Length ഒരു physical quantity ആണ്. The length is also the fundamental quantity. Okay, so we have used the fundamental quantity of length to find the quantities of area and volume. ഏരിയയും വോളിയവും കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഏരിയയും വോളിയം എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് ഉപയോഗിച്ചത്? ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ് ഉപയോഗിച്ചത്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് that exist independently and cannot be expressed in terms of other quantity. Other quantities വെച്ചിട്ട് നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അത്രയേ ഉള്ളൂ. The distance between two positions represents a physical quantity called length. We have used the fundamental quantities of length to find the quantities of area and volume. Such quantities that can be found out using fundamental quantities are called derived quantities. അപ്പോൾ അവിടെ പഠിക്കുന്ന ഒരു ടേമാണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതായത് അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റളവുകളെ എന്ത് പറയുന്നു? വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് കണ്ടെത്താവുന്ന മറ്റളവുകളെ എന്ത് പറയുന്നു? വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വായിക്കാം. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് മറ്റളവുകളെ കണ്ടെത്താൻ കഴിയുന്ന അളവുകളെയാണ് വ്യുൽപ്പന്ന അളവുകൾ അഥവാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലെങ്ത് ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടെത്തി? നമ്മൾ ഏരിയയും വോളിയം കണ്ടെത്തി, ഇല്ലേ? അപ്പൊ അങ്ങനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട്, അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് എന്ത്? വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. വ്യുൽപ്പന്ന അളവുകൾ അഥവാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇനി ഇവിടെ ചിത്രത്തിൽ ഒരു ഗ്യാസ് സിലിണ്ടർ തന്നിട്ടുണ്ട്. ആ ഗ്യാസ് സിലിണ്ടറിൽ എത്രയാണ് അവിടെ നമ്പർ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? ഗ്യാസ് സിലിണ്ടർ ഒരു മാസ് അവിടെ എഴുതിയിട്ടുണ്ട്. എത്ര കിലോഗ്രാം എന്ന് എഴുതിയിരിക്കുന്നത്? 14.2 കിലോഗ്രാം എഴുതിയിട്ടുണ്ട്. മാസ് മാർക്ക്ഡ് ഓൺ സിലിണ്ടർ എന്താണ്? 14.2 കിലോഗ്രാം. ഹിയർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് മാസ് ഈസ് ഇൻഡിക്കേറ്റഡ് യൂസിങ് എ ന്യൂമറിക്കൽ വാല്യൂ 14.2 മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ യൂണിറ്റ് ഈസ് ദാറ്റ് ഈസ് കിലോഗ്രാം. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഗ്യാസിന്റെ ആ സിലിണ്ടറിൽ എന്താ എഴുതിയിരിക്കുന്നത്?
ഗ്യാസിന്റെ സിലിണ്ടറിൽ ഒരു മാസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് മാസ്? 14.2 കിലോഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ മാസ് എന്നത് ഒരു ഭൗതിക അളവിനെ 14.2 എന്ന സംഖ്യാമൂല്യവുമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ 14.2 എന്ന് പറയുന്ന ഒരു അളവാണ്. കിലോഗ്രാം എന്നത് എന്താണ്? ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ മാസ് എന്ന അളവിനെ 14.2 എന്ന സംഖ്യാമൂല്യവും അതുപോലെ കിലോഗ്രാം എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, 14.2 കിലോഗ്രാം. അതിൽ 14.2 എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആണ്, ഒരു സംഖ്യാമൂല്യമാണ്. കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ യൂണിറ്റ് ആണ്. അതിന്റെ എന്താണ്? യൂണിറ്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഇതുപോലെ ഇനി കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നോക്കിയിട്ട് എന്താണ് അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ, അതിൻ്റെ യൂണിറ്റ്, എങ്ങനെയാണത് മെഷർമെൻറ്റ്, എങ്ങനെയാണ് മോഡ് ഓഫ് മാർക്കിംഗ്, എങ്ങനെയാണ് നമ്മൾ അത് എഴുതുക എന്നുള്ളതും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. ഫസ്റ്റത്തെ എന്താണ്? പനി നോക്കുകയാണ്. അപ്പം അതിൻ്റെ എന്താണ് നോക്കുന്നത്? ടെമ്പറേച്ചർ നോക്കുകയാണ് അല്ലേ? അപ്പം അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? ടെമ്പറേച്ചർ ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്? ടെമ്പറേച്ചർ ആണ്. ന്യൂമറിക്കൽ വാല്യൂ എത്ര കൊടുത്തിട്ടുള്ളത്? 37.8 ആണ്. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? പനി എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ സെൽഷ്യസ് എന്ന യൂണിറ്റിലാണ് അളക്കുന്നത്. ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് ഓഫ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ 37.8 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു കുട്ടിയുടെ ഹൈറ്റ് നോക്കാം. നെക്സ്റ്റ് ചിത്രത്തിൽ ഹൈറ്റ് ഓഫ് എ ബോയ്. ആ കുട്ടിയുടെ ഹൈറ്റ് നോക്കാം. ഈ ബോയുടെ ഹൈറ്റ് നോക്കണം. എത്രയാണ് ന്യൂമറിക്കൽ വാല്യൂവിൽ കാണിച്ചിരിക്കുന്നത്? ഹൈറ്റ് 165 ആണ്, 165 ആണല്ലേ. യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ ആണ്. മുകളിൽ കണ്ടില്ലേ സെന്റിമീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 165 സെന്റിമീറ്റർ. 165 സെന്റിമീറ്റർ, 165 സെന്റിമീറ്റർ. നെക്സ്റ്റ് ചിത്രം ഏതാണ്? മാസ് ഓഫ് എ ബോട്ടിൽ. ഒരു ബോട്ടിലിന്റെ മാസ് അളക്കാണ് അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് അളക്കാണ്. അപ്പൊ എത്രയാണ് എങ്ങനെയാണ് അളക്കുന്നത്? അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എത്ര കാണിച്ചിരിക്കുന്നത്? 1 ആണ് കാണിച്ചിരിക്കുന്നത്. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. സോ അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 1 കിലോഗ്രാം, 1 kg എന്നാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, മനസ്സിലായോ? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഭൗതിക അളവ് പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിന്റെ മൂല്യം കാണിക്കുന്ന ഒരു സംഖ്യയും എഴുതണം, അതിന്റെ യൂണിറ്റും ചേർത്ത് എഴുതണം. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ എന്താ? 37.8 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 കിലോഗ്രാം. 2 എന്ന് പറയുന്നത് സംഖ്യയും കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ യൂണിറ്റ് ആണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. സോ ഭൗതിക അളവിനെ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ എഴുതാൻ അല്ലെങ്കിൽ പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മൂല്യം കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എഴുതുന്നത്? അതിന്റെ ഒരു സംഖ്യയും അതിന്റെ യൂണിറ്റും കൂടെ ചേർത്ത് എഴുതണം. അതൊരു പോയിന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കോ കേട്ടോ. A physical quantity is expressed by a number indicating its value followed by its unit. Indicating its value followed by its unit. Okay, മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളോട് ഒരു പ്രവർത്തനം ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ഉയരം പെൻസിൽ ഉപയോഗിച്ചിട്ട്, ഇതിപ്പോൾ ചിത്രത്തിൽ കണ്ടില്ലേ, ചിത്രത്തിൽ പോലെ ചുമരിൽ അടയാളപ്പെടുത്താം. വ്യത്യസ്ത നീളമുള്ള 2 ഈർക്കിളുകൾ ഉപയോഗിച്ചിട്ട് കുട്ടിയുടെ ഉയരം ഓരോരുത്തരും അളന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ എന്നിട്ട് ലഭിച്ച അളവുകൾ നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ബക്കറ്റിൽ ജലം എടുക്കുക. എന്നിട്ട് വ്യത്യസ്ത വലിപ്പമുള്ള 2 ഗ്ലാസുകൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ജലം ഒന്ന് അളന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളോട് ഈ 2 പ്രവർത്തനങ്ങളും കൂടിയിട്ട് അനലൈസ് ചെയ്തിട്ട് ഒന്ന് വിശകലനം ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ രേഖപ്പെടുത്തി ഇപ്പൊ നീളം കൂടിയ ഇറക്കിലി, നീളം കുറഞ്ഞ ഇറക്കിലി, എത്ര എണ്ണം എടുത്തു, അങ്ങനെ വെച്ചിട്ട് എത്ര ഇറക്കിലി എടുത്തു അല്ലെങ്കിൽ എത്ര ഗ്ലാസ് വെള്ളം എടുത്തു, വലിപ്പം കൂടിയ ഗ്ലാസ്, വലിപ്പം കുറഞ്ഞ ഗ്ലാസ്, അപ്പൊ അങ്ങനെ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ എഴുതിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതൊന്ന് നമ്മളോട് വിലയിരുത്തിയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് എന്താണ് ഇവ രണ്ടിലും ലഭിച്ച അളവ് ഒരുപോലെയാണോ? അളവുകൾ തുല്യമാകാതിരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഒരേ തോത് ഉപയോഗിക്കുമ്പോൾ ഒരേ അളവ് തന്നെ ലഭിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ കാരണങ്ങളൊക്കെ ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ 2 ഡിഫറെന്റ് സ്കെയിൽ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 2 ഡിഫറെന്റ് മെഷർമെന്റ് ആണ് കിട്ടുക അല്ലേ? 2 ഡിഫറെന്റ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ 2 ഡിഫറെന്റ് മെഷർമെന്റ്സ് ആണ് കിട്ടുന്നത്. മെഷർമെന്റ്സ് ആർ നോട്ട് ഈക്വൽ ബിക്കോസ് സ്കെയിൽസ് ആർ ഡിഫറെന്റ്. ടു ഗെറ്റ് സെയിം മെഷർമെന്റ് വി ഷുഡ് വിത്ത് സെയിം സ്കെയിൽസ്. സെയിം സ്കെയിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെയിം റിസൾട്ട് കിട്ടും. ഡിഫറെന്റ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് മെഷർമെന്റ് ആണ് കിട്ടുന്നത്.
ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതായത് ഒരു കുട്ടിയുടെ ഹൈറ്റ് എടുത്തു. ഹൈറ്റ് എടുത്തപ്പോൾ ആ കുട്ടിയുടെ ഹൈറ്റ് എങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതിൽ 2 ഡിഫറെന്റ് ഇർക്കിൽ ഉപയോഗിച്ചിട്ട് എടുക്കുക. 2 ഡിഫറെന്റ് ലെങ്ത് ആയിട്ടുള്ള ഇർക്കിലി എടുത്തിട്ട് ഇർക്കിലി ഉപയോഗിച്ചിട്ട് ലെങ്ത് എടുക്കുക. എന്നിട്ട് ഇർക്കിലി എത്ര ഇർക്കിലിയുടെ എണ്ണം ഉപയോഗിച്ചു. അപ്പോൾ അതിൽ ഇപ്പൊ ഒരു വ്യത്യസ്ത ലെങ്ത് ആയതുകൊണ്ട് ഇർക്കിലിയുടെ എണ്ണം എത്ര ഇർക്കിലി എടുത്തു. അപ്പൊ രണ്ടിനും 2 വ്യത്യസ്ത ആൻസറുകളായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ. അപ്പോൾ അവർ ഉപയോഗിച്ചിട്ടുള്ള സ്കെയിലിങ് വ്യത്യാസമുള്ളതാണ്. 2 ഡിഫറെന്റ് ഇർക്കിലിയാണ് എടുത്തേക്കുന്നത്. സോ അപ്പൊ അതിന്റെ മെഷർമെന്റ് എന്തായിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെ. ഒരേപോലത്തെ ആൻസർ ഒരിക്കലും ലഭിക്കില്ല. എന്നാൽ ഇപ്പോ ഈ രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്താ, ഇത്ര കപ്പ് വെള്ളം 2 ഡിഫറെന്റ് അളവുള്ള ഗ്ലാസ്സുകൾ എടുത്തിട്ട് എത്ര ബക്കറ്റിൽ എത്ര വെള്ളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിലും അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് അതിൽ നിന്ന് കിട്ടുന്നില്ല. ഓക്കെ. അപ്പോ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെഫറൻസ്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് ആണ് എന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എല്ലായിടത്തും ലോകത്ത് എവിടെ ഇരുന്ന് നോക്കിയാലും ആ മെഷർമെന്റ് എല്ലാം സെയിം ആയിരിക്കും. ഒരേ അളവ് അല്ലെങ്കിൽ ഒരേ ലെങ്ത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരേ അളവ് തന്നെ നമുക്ക് എല്ലായിടത്തും ഇരുന്നാലും കിട്ടും. സോ അത് യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് ആണ് എന്ത് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 2 തോതുകൾ ഉപയോഗിച്ചപ്പോൾ ലഭിച്ച അളവുകൾ ഒരുപോലെയല്ല. അപ്പോൾ തോതുകൾ ഒരുപോലെ അല്ലാത്തത് കൊണ്ട് അളവുകൾ തുല്യമാകാതിരുന്നു അല്ലെ. തോതുകൾ ഒരുപോലെ അല്ലാത്തത് കൊണ്ടാണ് എന്ത്, അതിന്റെ സ്കെയിൽസ് വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് എന്ത്, അതിന്റെ അളവുകൾ തുല്യമാകാതിരുന്നത് അല്ലെ. ഒരേ അളവ് ലഭിക്കാൻ എന്താണ്, ഒരേ തോത് നമ്മൾ ഉപയോഗിക്കണം, ഒരേ സ്കെയിൽ നമ്മൾ ഉപയോഗിക്കണം. ഇങ്ങനെ ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ കൃത്യമായിട്ട് പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഒരു തോതാണ് എന്ത്, യൂണിറ്റ് എന്ന് പറയുന്നത്. Okay, a unit is a standardized reference accepted universally to measure a physical quantity. Okay, മനസ്സിലായോ? A unit is a standardized reference accepted universally to measure a physical quantity. Physical quantity അല്ലെങ്കിൽ ഭൗതിക അളവിനെ കൃത്യമായിട്ട് പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഒരു തോതാണ് എന്ത്, യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മുൻകാലങ്ങളിൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് അറിയാമോ? നോക്കാം നമുക്ക്. പാസ്റ്റിൽ അല്ലെങ്കിൽ വളരെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഫൂട്ട്, ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ. അതായത് 1 അടി, 1 മുഴം, 1 ചാൺ, ഇതൊക്കെയാണ് അതിൻ്റെ അളവുകൾ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് അളവുകളാണ് ഇതൊക്കെ. എന്ത്, 1 അടി, 1 മുഴം, 1 ചാൺ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? 1 മുഴം നമ്മുടെ മുല്ലപ്പൂവൊക്കെ കോർത്ത് മുല്ലപ്പൂവൊക്കെ തളിച്ച് 1 മുഴം മുല്ലപ്പൂ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്റർ മുല്ലപ്പൂ എന്നൊന്നും നമ്മൾ പറയില്ല. 1 മുഴം എന്ന് പറയുന്നത്, ഈ 1 മുഴം എന്ന് പറയുന്നത് അവർ കൈയിന്റെ ഇവിടെ വെച്ചിട്ടാണ് അവർ അളക്കുന്നത്. നമ്മളും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവർ എങ്ങനെ സ്കെയിലിലാണ്ടൊക്കെ ഇങ്ങനെ അളക്കുന്നത്. അപ്പൊ ഒരു പണ്ട് കാലത്തൊക്കെ ലെങ്ത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് എന്ത്, മുഴം എന്ന് പറയുന്നത്. അപ്പൊ 1 മുഴം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഹാൻഡിന്റെ 1 ക്യൂബിറ്റ്. ഓക്കെ. ഒരു ഹാൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ 1 ചാൺ എന്ന് പറയുന്നത്. 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 1 അടി. ഓക്കെ. ഇതൊക്കെയാണ് പണ്ട് കാലത്ത് ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, യൂണിറ്റുകൾ. ഓക്കെ. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഓരോ പ്രദേശങ്ങളിലും പല യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. പ്രോബ്ലംസ് ഇൻ യൂസിങ് ഡിഫറെന്റ് യൂണിറ്റ്സ് ഇൻ ഡിഫറെന്റ് റീജിയൻസ്. ഡിഫറെന്റ് റീജിയൻസിൽ പല യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഓരോ പ്രദേശങ്ങളിലും പല യൂണിറ്റുകൾ ഉപയോഗിക്കാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. പ്രോബ്ലം ഓഫ് അക്യുറസി ഓർ ക്ലാരിറ്റി. പ്രോബ്ലം ഓഫ് അക്യുറസി ഓർ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യത കുറവ്. നമുക്ക് എത്ര ക്ലാരിറ്റിയിൽ നമുക്കത് കിട്ടത്തില്ല. ഡിഫിക്കൽട്ട് ടു അനലൈസ് ആൻഡ് കമ്പയർ മെഷർമെന്റ്സ്. എന്താണ്, ഏകീകരിക്കാൻ പ്രയാസം. ഡിഫിക്കൽട്ട് ടു അനലൈസ് ആൻഡ് കമ്പയർ മെഷർമെന്റ്സ്. നമുക്ക് രണ്ടായിട്ട് തന്നെ കിടക്കുന്നത്. മെഷർമെന്റ്സ് ഒന്നും നമുക്ക് കമ്പയർ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ സാധിക്കില്ല. ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ആൻഡ് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് അളവുകൾ വിശകലനം ചെയ്യാൻ പ്രയാസമായിരിക്കും. നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ, നമുക്കൊരു ആളെ ഇപ്പോൾ നമുക്കൊരു ചുരിദാർ, ഇപ്പോൾ നമുക്ക് US ഇരിക്കുന്ന ഒരാൾക്ക് ഇവിടെ നിന്നൊരു ഡ്രസ്സ് തയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നൊരു ഡ്രസ്സ്, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ തന്നെ നമുക്കൊരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. ഓക്കെ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള
ഇത് വെച്ചിട്ടുള്ള എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് ആക്സെപ്റ്റഡ് യൂണിവേഴ്സലി ടു മെഷർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ മറ്റ് പല രാജ്യങ്ങളിലും പലതരം യൂണിറ്റുകളാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ അടി, മുഴം, ചാണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ യൂണിറ്റുകൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്. മറ്റു രാജ്യങ്ങളും പല യൂണിറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, കൃത്യത കുറവ് അല്ലെങ്കിൽ ആക്യുറസിയുടെ കുറവ്. പിന്നെന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? problem of accuracy or clarity, difficult to analyze and compare measurements, lack of uniformity and international communication. ഇതിലൊക്കെ പ്രോബ്ലംസ് വരും അല്ലേ? ഓരോ സ്ഥലത്തും ഓരോ യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ തന്നെ പ്രശ്നം വരും അല്ലേ? എന്നാൽ ഇന്ന് നീളം അളക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തെല്ലായിടത്തും ഏത് യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്? മീറ്റർ എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി എന്നറിയപ്പെടുന്നു. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നല്ലെങ്കിൽ SI യൂണിറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഇതിന്റെ ചുരുക്കെഴുത്താണ് എന്ത്? SI യൂണിറ്റുകൾ. SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും ഒരേ അളവ് തന്നെ ലഭിക്കുന്നു. ഇപ്പൊ മനസ്സിലായോ? അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചത് എന്താണ്? എല്ലാവർക്കും ഇപ്പോൾ ഇതൊക്കെ പലതരം ഇർക്കിൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വലിപ്പം കൂടിയ ഗ്ലാസ്, വലിപ്പം കുറഞ്ഞ ഗ്ലാസ്, എത്ര ഗ്ലാസ് എടുത്തു, അല്ലെങ്കിൽ ചെറിയ ഇർക്കിളി, വലിയ ഇർക്കിളി, അതിന്റെ നീളം അളക്കാൻ വേണ്ടി. അപ്പോൾ പലതരം അളവുകളാണ് അതിലൊക്കെ കിട്ടിയിരുന്നത് അല്ലെ? ഒരു കറക്റ്റായിട്ട് ഒരു അളവ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ല. അപ്പോൾ ഇങ്ങനെ ലോകത്തെല്ലായിടത്തും ഒരുപോലെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോകമെമ്പാടും അംഗീകരിച്ച കുറച്ച് യൂണിറ്റുകളുണ്ട്. ഇത്തരം യൂണിറ്റുകളെ പറയുന്ന പേരാണ് SI യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ യൂണിറ്റിന്റെ ചുരുക്കെഴുത്താണ് എന്ത്? SI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീളം അളക്കാൻ വേണ്ടിയിട്ട് ലോകത്തെല്ലായിടത്തും ഒരേ യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്? മീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും എന്തെങ്കിലും ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റുകളുണ്ട്. ഓക്കെ, ഇതിനെയാണ് പറയുന്നത് SI യൂണിറ്റ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് യൂണിറ്റുകൾ, SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും എന്ത് അളവ് ലഭിക്കുന്നു? ഒരേ അളവ് തന്നെ ലഭിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മള് തുടക്കത്തില് ഒരു കോൺവെർസേഷൻ കണ്ടിരുന്നില്ലേ? ടീച്ചർ പറഞ്ഞില്ലേ പാഠം എടുത്തു തുടങ്ങുമ്പോൾ നമുക്ക് അതിന്റെ കോൺവെർസേഷൻ ആൻസർ കിട്ടുന്നു. എന്താണ്? അതായത് എല്ലാ വാഹനങ്ങളുടെയും ഉപകരണങ്ങളെല്ലാം പല ഭാഗങ്ങളും വ്യത്യസ്ത രാജ്യങ്ങളും നിർമ്മിച്ചാലും ലോകത്തിന്റെ ഏത് കോണയിലുമുള്ള ഫാക്ടറിയിലും അതിനെ കൃത്യമായിട്ട് യോജിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇതുകൊണ്ടാണ് അല്ലെ? എല്ലായിടത്തും അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ് അല്ലെങ്കിൽ ഇത്ര അഭൗതിക അളവുകൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഭാഗങ്ങളൊക്കെ പല രാജ്യങ്ങളും നിർമ്മിച്ചാലും അതിനെ കൃത്യമായിട്ട് നമുക്ക് യോജിപ്പിക്കാൻ കഴിയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ, ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. അപ്പൊ താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് അങ്ങനെയാണ്. ഓക്കെ, ഭൗതിക അളവുകൾ എല്ലാം ഭൗതിക അളവുകൾ ഇപ്പൊ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഒക്കെ ഇതാണ് എന്താ പറയാ യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ വലിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും ചെറിയ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിക്കാം. ഡിഫറെന്റ് യൂണിറ്റ്സ് ആർ റിക്വയർഡ് ഫോർ ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. ലാർജർ യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ലാർജർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്മോളർ യൂണിറ്റ്സ് ഫോർ സ്മോളർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇനി നമുക്ക് നീളത്തിന്റെ വിവിധ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. നീളത്തിന്റെ വിവിധ ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. SI യൂണിറ്റ്, നീളത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഇതിന്റെ എന്താണ് സിമ്പൽ എന്ന് പറയുന്നത് M വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. മീറ്ററിനെ M വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതർ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ലെങ്ത്തിന്റെ അതർ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? സെന്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ എക്സെട്ര. അതായത് അളവ് കൂടുന്തോറും യൂണിറ്റ് വലിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു, ചെറിയ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകൾ, അങ്ങനെ വ്യത്യസ്ത പേരുകളായിരിക്കും. സെന്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ. ഓക്കെ.
ആർ അതർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ഓക്കെ, ഇപ്പൊ ഒരു സ്കെയിലിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അതെന്താണ്? ഒരു മീറ്റർ സ്കെയിലാണ് അല്ലേ? ഇത്ര മീറ്റർ സ്കെയിൽ അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്ററിന്റെ സ്കെയില്. മീറ്റർ സ്കെയിൽ ഫ്രം ദ സയൻസ് ലാബ് ആൻഡ് എക്സാമിൻ. ഇത് നമ്മളോടൊന്ന് സയൻസ് ലാബിൽ വെച്ചിട്ട് ഒന്ന് എക്സാമിൻ ചെയ്യാൻ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്കെയിലില് ചെറിയ വരകളുമുണ്ട്, വലിയ വരകളുമുണ്ട്. കണ്ടില്ലേ? അടുത്തടുത്ത രണ്ട് വരകൾക്കിടയിലുള്ള ദൂരം 1 സെന്റിമീറ്റർ ആണ് അല്ലെ? അടുത്തടുത്ത രണ്ട് വലിയ വരകൾക്ക് അടുത്തുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? സെന്റിമീറ്റർ ആണ് അല്ലെ? 1 സെന്റിമീറ്റർ ആണ്. ചെറിയ വരകൾക്കിടയിലുള്ള ദൂരം 1 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ രണ്ട് വലിയ വരകൾ തമ്മിലുള്ള നീളം എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ് മീറ്റർ സ്കെയിലിൽ കേട്ടോ. എന്നാൽ ചെറിയ രണ്ട് വരകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ 1 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1000 മില്ലിമീറ്റർ ആണ്. ഓക്കെ, മനസ്സിലായോ? 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. ഓക്കെ, 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അതായത് രണ്ട് വലിയ വരകൾ കണ്ടില്ലേ? ഇപ്പൊ 1ഉം 2ഉം നേടിയിട്ടുള്ള രണ്ട് വലിയ വരകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? 1 സെന്റിമീറ്റർ ആണ്. ചെറിയ വരകളില്ലേ? ആ ചെറിയ വരകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മളോടൊന്ന് അനലൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്കെയിലിൽ ഇപ്പൊ എത്ര? ഒരു 15 സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ. 100 സെന്റിമീറ്ററിന്റെ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 മീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണ്. ഇല്ലേ? 10 ഇല്ലേ? 10 കുഞ്ഞു വരകളില്ലേ? അത് 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? 1000 മില്ലിമീറ്റർ ആണ്. ഓക്കെ, മനസ്സിലായോ? ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. ഇനി നമ്മോട് ചോദിച്ചിട്ടുണ്ട് ചെറിയ അളവുകൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പത്രത്തിന്റെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്താ നോട്ടീസിൽ പറയുന്നത്? The scale of plastic bags below 30 micron is prohibited in shops within the limit of municipality with the effect from 30/10/2022. ഓക്കെ, അതായത് 30/10/2022 മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന നിരോധിച്ചു. എന്താണ് അത് പറയുന്നത്? ഈ നോട്ടീസിൽ പറയുന്ന അളവ് ഏതാണ്? മൈക്രോൺ ആണ് അല്ലെ? ഓക്കെ, ഈ മൈക്രോൺ എന്നത് മൈക്രോമീറ്ററിന്റെ ചുരുക്കപ്പേരാണ്. അപ്പോൾ ഈ 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന നിരോധിച്ചു അല്ലെ? 30 മൈക്രോൺ. അപ്പൊ മൈക്രോൺ എന്നത് എന്തിന്റെയാണ്? മൈക്രോമീറ്റർ എന്നതിന്റെ ഒരു ചുരുക്കപ്പേരാണ് എന്ത്? മൈക്രോൺ എന്ന് പറയുന്നത്. അപ്പൊ 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര മൈക്രോൺ ആണ്? അല്ലെങ്കിൽ എത്ര മൈക്രോമീറ്റർ ആണ്? 1 മീറ്റർ ഈസ് ഈക്വൽ ടു എത്ര മൈക്രോമീറ്റർ ആണ്? ഒന്ന് നോക്കിക്കേ. 1 മീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 മില്യൺ മൈക്രോമീറ്റർ അല്ലേ? 1 മില്യൺ മൈക്രോമീറ്റർ. അതാണ് എന്ത്? 1 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ മീറ്ററിന്റെ കേസുകളൊക്കെ പറഞ്ഞു. മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടല്ലോ ഇല്ലേ? മീറ്ററിനേക്കാൾ വലിയ മീറ്ററുകൾ ഉപയോഗിക്കേണ്ട വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളില്ലേ? ഇപ്പൊ ഒരു പോസ്റ്റർ ഇവിടെ കണ്ടു. ഒരു പോസ്റ്റ് വെച്ചിരിക്കുന്നത് റോഡരികിലുള്ള ഒരു സൈൻ ബോർഡിന്റെ കിലോമീറ്റർ എന്ന് അടയാളപ്പെടുത്തിയിട്ട് കിലോമീറ്റർ എന്നത് ഒരു പ്രതീകമാണ്. ഓക്കെ, അപ്പൊ കിലോമീറ്റർ അടയാളപ്പെടുത്തിയത് കണ്ടില്ലേ? 13 കിലോമീറ്റർ. അപ്പൊ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 1000 മീറ്റർ ആണ്. ഓക്കെ, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ഓക്കെ, കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു എന്താണ്? ഒരു യൂണിറ്റ് ആണ്. വലിയ അളവിനെ, വലിയ മീറ്ററിനെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയൊരു മീറ്ററിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അളവാണ്, ഒരു യൂണിറ്റ് ആണ് എന്ത്? കിലോമീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? കിലോമീറ്റർ, KM എന്ന് പറയുന്നത്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ചെറിയ യൂണിറ്റുകളുടെ കണ്ടു, വലിയ യൂണിറ്റിന്റെ കണ്ടു അല്ലെ? അതായത് മീറ്ററിനേക്കാൾ വലിയ
യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ കണ്ടു അല്ലേ, കിലോമീറ്ററിന്റെ കാര്യം കണ്ടു. ഇനി അതിലും വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളുണ്ടോ? ഉണ്ടല്ലേ. സോളാർ സിസ്റ്റത്തിന്റെ അളവുകോൽ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിന്റെ സ്കെയിലിംഗ് എങ്ങനെയായിരിക്കും? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU എന്ന് പറഞ്ഞിട്ടാണ് അത് കണക്കാക്കുന്നത്. അതായത് AU അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ സൺ. ഓക്കെ, ഇത് ഏകദേശം എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. 15 കോടി കിലോമീറ്റർ ആണ്. എത്രയാണ്? ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 150 മില്യൺ കിലോമീറ്റർ ആണ്. 15 കോടി കിലോമീറ്റർ ആണ്. ഓക്കെ, a light year is the distance light travels in a year in vacuum. അതായത് ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. പ്രകാശവർഷം ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണെന്ത്? പ്രകാശവർഷം എന്ന് പറയുന്നത്. ലൈറ്റ് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഓക്കെ, ഒരു സെക്കൻഡില് ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ആണ് എന്ത് സഞ്ചരിക്കുന്നത്? പ്രകാശം സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് നമ്മൾ സാധാരണ സോളാർ സിസ്റ്റത്തിൻ്റെ ഒക്കെ അതായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എർത്ത് ടു ദ സൺ, ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഏകദേശം 150 മില്യൺ കിലോമീറ്റർ ആണ്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എന്താണ്? പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദൂരമാണ് എന്ന് പറയുന്നത് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ലൈറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 3 lakh കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോമീറ്റർ വേഗതയിലാണ് എന്ത് സഞ്ചരിക്കുന്നത്? പ്രകാശം സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നീളത്തിന്റെ അല്ലെങ്കിൽ ലെങ്ത്തിന്റെ വിവിധ യൂണിറ്റുകൾ കണ്ടു. ഇനി നമുക്ക് മാസിന്റെ വിവിധ യൂണിറ്റുകൾ പരിചയപ്പെടാം. ലെങ്ത്തിന്റെ ഏതൊക്കെയാണ് നമ്മൾ കണ്ട? മില്ലിമീറ്റർ കണ്ടു, മില്ലിമീറ്റർ കണ്ടു, മീറ്റർ കണ്ടു, സെന്റിമീറ്റർ കണ്ടു, കിലോമീറ്റർ കണ്ടു, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് കണ്ടു. ഇതൊക്കെ എന്താണ്? ലെങ്ത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് മാസിനെ സൂചിപ്പിക്കുന്ന വിവിധ യൂണിറ്റുകൾ പരിചയപ്പെടാം. ഓക്കെ, ഇപ്പോൾ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. കടയിൽ ആപ്പിൾ തൂക്കുന്നതിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇല്ലേ. ഒരു തട്ടിൽ തൂക്ക് കെട്ടി വെച്ചതിന് ശേഷം ആണ് ഇവിടെ തൂക്ക അളക്കുന്നത്. എന്തിനാണ് ഇവിടെ ഒരു തട്ടില് തൂക്ക കെട്ടി വെച്ചിരിക്കുന്നത്? ഒരു തട്ടിലെങ്ങനെ തൂക്ക കെട്ടി വെച്ചിരിക്കുന്നത്? അപ്പൊ എന്തിനാണ് അവിടെ ഒരു തട്ടില് തൂക്ക കെട്ടി വെച്ചിരിക്കുന്നത്? എന്തിനാ? തൂക്കക്കട്ടയിലെ ദ്രവ്യത്തിന്റെ അളവിന് തുല്യമായ അളവിൽ ആപ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് തൂക്കുകട്ട വെച്ചിരിക്കുന്നത്. ആ കട്ടിയിൽ അവിടെ വെച്ചിരിക്കുന്നത് എന്താണ്? അതായത് ഇപ്പൊ നമ്മൾ ഇത്ര അളവിന് ഇത്ര സാധനം എടുത്തു, അപ്പൊ അതിന്റെ അളവ് ശരിയാവാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് ഡൺ എൻഷുർ ദാറ്റ് ദ ആപ്പിൾസ് ടേക്കൺ ഹാവ് ദ സെയിം മാസ് ആസ് വെയിറ്റ് ഓഫ് ബ്ലോക്സ്. ആ ബ്ലോക്സിന് സമാനമായിട്ടുള്ള ആപ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇപ്പുറത്ത് എന്ത് വെച്ചിരിക്കുന്നത്? ആ വെയിറ്റ് ബ്ലോക്ക് നമ്മൾ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാസ്. എന്താണ് മാസ്? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇത്ര അളവ് എടുക്കണ്ടല്ലോ, അതായത് ഇത്ര ആപ്പിൾ, ഇപ്പം 1/2 കിലോ ആപ്പിൾ വേണം. അപ്പം അരയുടെ കട്ട വെച്ചിട്ട് ഇപ്പുറത്ത് അര കിലോ ആപ്പിൾ ആവുന്നവരെ, ആ കട്ട തുല്യമാവുന്നവരെ നമ്മൾ ആപ്പിൾ ഇട്ടുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്? ഒരു വസ്തുവിൽ അത്രയും അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാസ്. ഓക്കെ, ഇവിടെ കുറച്ച് ബ്ലോക്സുകൾ കൊടുത്തിരിക്കുന്നുണ്ട്. 1 കിലോഗ്രാം, 10 ഗ്രാം, 10 കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്ലോക്സുകൾ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അത്രയും അളവുകൾ, അത്രയും ദ്രവ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്, ഒരു വസ്തുവിൽ അടങ്ങിക്കഴിഞ്ഞാൽ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് എന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത്. മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം ആണ്. KG എന്ന എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രതീകം അല്ലെങ്കിൽ KG എന്നുള്ള സിമ്പൽ വെച്ചിട്ടാണ് നമ്മൾ മാസിനെ റെപ്രസെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ കിലോഗ്രാമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്?
ഇവിടെ മാസിന് കിലോഗ്രാം അല്ലാതെ മറ്റ് യൂണിറ്റുകൾ ആവശ്യമായിട്ട് വരില്ലേ. ചെറിയ ചെറിയ അല്ലെങ്കിൽ ഗുളികകൾക്ക് അല്ലെങ്കിൽ പേസ്റ്റിൻ്റെ കവറിലൊക്കെ അതിൻ്റെ അളവ് രേഖപ്പെടുത്തിയിട്ട് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പേസ്റ്റിൻ്റെ അളവിലൊക്കെ 200 ഗ്രാം, ഇപ്പം അല്ലെങ്കിൽ ഗുളികകളിൽ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ഇത്ര മില്ലിഗ്രാം, ഇത്ര എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, മില്ലിഗ്രാം, ഗ്രാം. ഇതൊക്കെ എന്താണ്? മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് മില്ലിഗ്രാം, ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. 1 gram ഈസ് ഈക്വൽ ടു 1000 മില്ലിഗ്രാം ആണ്. അതും പഠിക്കണം കേട്ടോ. 1 gram ഈസ് ഈക്വൽ ടു 1000 മില്ലിഗ്രാം ആണ്. മാസിൻ്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം. മില്ലിഗ്രാമും ഗ്രാമും മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. 1 gram എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. ഓക്കെ, ഇത് മാസിൻ്റെ ചെറിയ യൂണിറ്റുകൾ. ഇനി മാസിൻ്റെ വലിയ യൂണിറ്റുകൾ നിങ്ങൾക്കറിയാമോ? ഈ ലോറികളിലൊക്കെ ഭാരം കയറ്റിക്കൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം അതിൻ്റെ അളവുകൾ എന്ന് പ്രസ്താവിക്കുന്നതെന്ന് പറയുന്നത് കിൻഡല്, ടൺ, ഇത്ര ടൺ ഭാരമുള്ള, അല്ലെങ്കിൽ ഇത്ര കിൻഡല് ഭാരമുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ്. ഓക്കെ, മാസിൻ്റെ ചെറിയ യൂണിറ്റുകളുണ്ട്, മാസിൻ്റെ വലിയ യൂണിറ്റുകളുമുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പം ചെറിയ യൂണിറ്റുകളെ ഗ്രാം, മില്ലിഗ്രാം എന്ന് പറയാം. വലിയ യൂണിറ്റുകൾ കിൻഡല്, ടണ്ണ് എന്നിങ്ങനെ നമുക്ക് പ്രസ്താവിക്കാം. ഓക്കെ, അപ്പോൾ മില്ലിഗ്രാം കിലോഗ്രാം ആയിട്ടുള്ള ബന്ധം എന്താണ്? മില്ലിഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു എത്ര മില്ലിഗ്രാം ആണ്? അപ്പോൾ 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് എന്താണ്? 1 മില്യൺ 1 കിലോഗ്രാം 1 മില്ലിഗ്രാം 1 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? 1 മില്യൺ മില്ലിഗ്രാം ആണ്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. കിൻഡലിൽ പറയുകയാണെങ്കിൽ 1 കിൻഡൽ ഈസ് ഈക്വൽ ടു 100 കിലോഗ്രാം ആണ്. ടണ്ണിൻ്റെ കേസിൽ 1 ടൺ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ വലിയ യൂണിറ്റുകളെ ചെറിയ യൂണിറ്റുകളിലും ചെറിയ യൂണിറ്റുകളെ വലിയ യൂണിറ്റുകളിലൊക്കെ മാറ്റിയിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പോൾ അത് മാസിൻ്റെ കേസ് പഠിച്ചു, ലെങ്ത്തിൻ്റെ കേസ് പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ടെമ്പറേച്ചറിൻ്റെ. നമുക്ക് നോക്കാം. ഇനി നമുക്ക് സമയത്തിൻ്റെ വിവിധ യൂണിറ്റുകളൊന്ന് നോക്കാം. സമയത്തിൻ്റെ അല്ലെങ്കിൽ ടൈമിൻ്റെ SI യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് S എന്ന് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമയം പ്രസ്താവിക്കുന്ന മറ്റ് യൂണിറ്റുകളാണ് മിനിറ്റ്, മണിക്കൂർ എന്നിവ. ഓക്കെ, മനസ്സിലായോ? വായിക്കാം. മിനിറ്റ് ആൻഡ് അവർ ആർ ദ other units used to denote time. The SI unit of time is second. Its symbol is S. S എന്ന SI യൂണിറ്റ് ടൈമിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് S ആണ്. പിന്നെ ബാക്കിയുള്ള യൂണിറ്റുകളാണ് മിനിറ്റും അവറും. ഓക്കെ, ഇനി നമുക്ക് റിലേഷൻസ് നോക്കി നോക്കാം. മിനിറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു എത്ര സെക്കൻഡ് ആണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ് ആണ്. ഓക്കെ, 1 അവർ ഈസ് ഈക്വൽ ടു എത്ര സെക്കൻഡ് ആണ്? 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 1 അവറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ഉണ്ട്. എത്ര സെക്കൻഡ് ആണ്? 36,000 സെക്കൻഡ് ആണ്. 3600. ഓക്കെ, അത്ര സെക്കൻഡാണ്. 3600 സെക്കൻഡാണ് 1 അവർ എന്ന് പറയുന്നത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വോളിയം. വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ വ്യാപ്തമാണ് അല്ലേ? ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് വ്യാപ്തം എന്ന് പറയുന്നത്. ദ വോളിയം ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഓക്യുപ്പൈസ്. ഒരു ഒബ്ജക്റ്റിന് ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഒരു ജലത്തിൻ്റെ വ്യാപ്തം നാം കണ്ടെത്തിയത് ഓർമ്മയിക്കുന്നില്ലേ? ജലത്തിൻ്റെ വ്യാപ്തം. അപ്പോൾ വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ദ SI യൂണിറ്റ് ഓഫ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? ക്യൂബിക് മീറ്റർ ആണ്. വ്യാപ്തം അല്ലെങ്കിൽ വോളിയത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് മീറ്റർ ആണ്. അതായത് അതിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? M ക്യൂബ് എന്നതാണ്. M മുകളിൽ റൈസ് ടു ക്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിമ്പിളാണ് M ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? SI യൂണിറ്റ് ആണ് ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത്. M ക്യൂബ് എന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ,
1 സെന്റിമീറ്റർ വശമുള്ള 1000 ക്യൂബുകളെ ഒരു വലിയ ക്യൂബായി ക്രമീകരിച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 1 സെന്റിമീറ്റർ വശമുള്ള 1000 ക്യൂബുകളെ ഒരു വലിയ ക്യൂബായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ് കൊടുത്തിട്ടുള്ളത്. വലിയ ക്യൂബിന്റെ വ്യാപ്തം 1 ലിറ്റർ ആണെങ്കിൽ താഴെയുള്ളത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ ക്യൂബാണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ ക്യൂബാണ്. എന്നാൽ 1 ലിറ്റർ ഈസ് ഈക്വൽ ടു എത്ര മില്ലി ലിറ്റർ ആണ്? 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആണ്? 1 ലിറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1000 മില്ലി ലിറ്റർ ആണ്. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ ആണ്. അതായത് 1 സെന്റിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 മില്ലി ലിറ്റർ. ഓക്കെ, 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 1000 ലിറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാന്ദ്രത അല്ലെ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാന്ദ്രത. ഓക്കെ, പെട്രോൾ പമ്പുകളിൽ ഡെൻസിറ്റി പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ്? ചിന്തിച്ചിട്ടുണ്ടോ? പെട്രോൾ പമ്പുകളിൽ ഡെൻസിറ്റി പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ്? നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കാർഡ്ബോർഡ് വെട്ടിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ വോളിയം കണക്കാക്കുക, വോളിയം കണക്കാക്കുക. ഓക്കെ, ഇതിൽ മരപ്പൊടി നിറച്ചിട്ട് അതിൻ്റെ മാസ് കണ്ടുപിടിക്കുക, അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ശേഷം മണൽ നിറച്ചിട്ടും അതിൻ്റെ വെയിറ്റ് കണ്ടെത്തുക. ഓക്കെ, ഈ 2 എണ്ണം മരപ്പൊടി മണൽ നിറച്ചിട്ടുള്ള മാസും അതിൻ്റെ വ്യാപ്തമൊക്കെ കണ്ടെത്തിയിട്ട് അതിൻ്റെ എത്രയാണ് അതിൻ്റെ വ്യാപ്തം, കാർഡ്ബോർഡ് പെട്ടിയുടെ വ്യാപ്തം, വോളിയം കണ്ടെത്തിയിട്ട് അതിൽ മരപ്പൊടി നിറച്ചിട്ടുള്ള മാസം കണ്ടെത്തുക. അതുപോലെ തന്നെ മണൽ നിറച്ചിട്ടുള്ള മാസം കണ്ടെത്താം. എന്നിട്ട് മാസ് ബൈ വ്യാപ്തം അല്ലെങ്കിൽ മാസ് ബൈ വോളിയം നമ്മളോട് ചെയ്യാൻ പറയാം. അതാണ് എന്ത് എന്ന് പറയുന്നത്? യൂണിറ്റ്. അതാണ് എന്ത് പറയുന്നത്? സാന്ദ്രത എന്ന് പറയുന്നത്. മാസ് ബൈ വ്യാപ്തം അല്ലെങ്കിൽ മാസ് ബൈ വോളിയം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി കിട്ടും. ഓക്കെ, എത്രയാണോ മാസ് അത് ഡിവൈഡഡ് ബൈ എന്താണ്? അതിൻ്റെ വോളിയം കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത്? ആ വസ്തുവിൻ്റെ സാന്ദ്രത നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മരപ്പൊടിക്കും മണലിലും ഒരേ വ്യാപ്തമാണെങ്കിലും അതിൻ്റെ യൂണിറ്റ് വ്യാപ്തത്തിലുള്ള മാസ് എങ്ങനെയായിരിക്കും? അത് വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ? ഇല്ലേ? അതായത് അതിൻ്റെ സാന്ദ്രത എന്തായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? രണ്ടിൻ്റെയും വ്യാപ്തം ഒന്നായിരിക്കും, മാസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? സോ അതിൻ്റെ എന്തായിരിക്കും? അതിൻ്റെ സാന്ദ്രത വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രത കൂടുതലായിരിക്കും. വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രത കൂടുതലായിരിക്കും. ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത എന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. ഓക്കെ, ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. സോ പെട്രോൾ പമ്പുകളിൽ ആ പെട്രോളിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡീസലിൻ്റെ ഡെൻസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് സ്ഥിരമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. സോ ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഇപ്പോൾ മനസ്സിലായി പെട്രോൾ പമ്പുകളിൽ സാന്ദ്രത സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ പഠിക്കാനുള്ള ഡെൻസിറ്റിയാണ്. എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ഇറ്റ്സ് ഡെൻസിറ്റി. ഓക്കെ, ഒരു പദാർത്ഥത്തിൻ്റെ എന്താണ്? ഒരു യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. സാന്ദ്രത ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം, മാസ് ബൈ വ്യാപ്തം. ഓക്കെ, മാസ് ബൈ വ്യാപ്തമാണ് അല്ലെങ്കിൽ മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് ഒരു സ്ഥിരം സംഖ്യയാണ്. ഓക്കെ, പെട്രോളിന് ഒരു സ്ഥിരം സംഖ്യ സാന്ദ്രതയായിട്ട് ഡെൻസിറ്റി ഉണ്ടായിരിക്കും. അതാണ് പെട്രോൾ പമ്പുകളിൽ സാന്ദ്രത ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അടിസ്ഥാന യൂണിറ്റുകളാണ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ്. ഓക്കെ, 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളനം അളവുകളുടെ സംയോജിത സംവിധാനമായ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റുകൾക്ക് സാർവദേശീയ അംഗീകാരം നൽകി. ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകളുണ്ട്.
ഓക്കെ, അപ്പോൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ അടിസ്ഥാന അളവുകൾക്കും ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനും ഓരോ യൂണിറ്റുകളുണ്ട്. ഓക്കെ, ഇപ്പം നീളം എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ എന്നതാണ് അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. മാസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് കിലോഗ്രാം. ടൈമിൻ്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് സെക്കൻഡ്. ടെമ്പറേച്ചറിൻ്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് കെൽവിൻ. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് ആംപിയർ. എ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പദാർത്ഥത്തിൻ്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്, MOL എന്ന് പറയുന്നത്. ലുമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശ തീവ്രത, അതിൻ്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് CD എന്ന് പറയുന്നത്. കാൻഡല, CD എന്ന സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ലെങ്ത്ത്, മാസ്, ലെങ്ത്തിൻ്റെ എന്താണ് M ആണ്, മീറ്റർ. മാസിൻ്റെ kg, കിലോഗ്രാം. സമയത്തിൻ്റെ സെക്കൻഡ് S. താപനില K, കെൽവിൻ. വൈദ്യുത പ്രവാഹിത ഇലക്ട്രിക് കറണ്ട് ആംപിയർ A. പദാർത്ഥത്തിൻ്റെ അളവ് MOL, മോൾ. പ്രകാശ തീവ്രത ലുമിനസ് ഇൻറ്റൻസിറ്റി CD, കാൻഡല. ഓക്കെ, ഇനി SI യൂണിറ്റുകളുടെ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേ ആർ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്. അത് ഏകീകൃത യൂണിറ്റുകളാണ്. SI യൂണിറ്റിൻ്റെ പ്രത്യേകതകൾ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ SI യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്താണ്? ഇത് ഏകീകൃത യൂണിറ്റുകളാണ്. അതായത് ദിസ് ഇസ് ദ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്സ്. ദേ ആർ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ്. അപ്പോൾ എന്താണ്, ഇവ അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. കാരണം എന്താണ്, എല്ലായിടത്തും ഒരുപോലെ യൂണിറ്റുകൾ ഉപയോഗിച്ചാലാണ് ഒരേ അളവുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ്. സോ ദേ ആർ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ്. പിന്നെ നെക്സ്റ്റ് എന്താണ്, ദ യൂണിറ്റ്സ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദിസ് യൂണിറ്റ്. അതായത് ഇവയെ അടിസ്ഥാനമാക്കി മറ്റളവുകളുടെ യൂണിറ്റുകൾ നമുക്ക് പ്രസ്താവിക്കാൻ കഴിയും. ഈ അളവുകളെ അതായത് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് SI യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് മറ്റളവുകളുടെ യൂണിറ്റുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതാണ് SI യൂണിറ്റുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വ്യുൽപ്പന്ന യൂണിറ്റ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞു ഇല്ലേ? ഇനി ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താ നോക്കാം. വ്യുൽപ്പന്ന അളവുകൾ എന്താണ് നമ്മൾ മനസ്സിലാക്കി ഇല്ലേ? അതായത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. വ്യാപ്തം, സാന്ദ്രത എന്നിവ വ്യുൽപ്പന്ന അളവുകളാണ് അല്ലേ? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം, ഡെൻസിറ്റി എന്നിവയ്ക്ക് വ്യുൽപ്പന്ന അളവുകളാണ്. ഇവയുടെ യൂണിറ്റുകളെയാണ് എന്ത് പറയുന്നത്? വ്യുൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, volume and density are in the fundamental quantities. So the units are obtained from these fundamental quantities are called fundamental units എന്ന് പറയുന്നത്. ഓക്കെ, വ്യുൽപ്പന്ന യൂണിറ്റുകളെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റിനെ അടിസ്ഥാന യൂണിറ്റുകൾ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതാം. വ്യുൽപ്പന്ന യൂണിറ്റുകളെ അടിസ്ഥാന യൂണിറ്റുകൾ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതാം. ഓക്കെ, we can write the derived units by relating fundamental units. ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിറൈവ്ഡ് യൂണിറ്റ്സ് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, റിലേറ്റിംഗ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് വൺ അനദർ. ഓക്കെ, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ഫോംഡ് യൂസിങ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഫോം ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് വെച്ചിട്ടാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഫോം ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്, വ്യുൽപ്പന്ന ക്വാണ്ടിറ്റിയാണ്, വ്യുൽപ്പന്ന അളവാണ്. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത്തിൻ്റെ വിഡ്ത്ത് ആണ്, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്. സോ യൂണിറ്റ് എന്ന് പറയുന്നത് എമ്മിൻ്റെ എം ഈസ് ഈക്വൽ ടു മീറ്റർ സ്ക്വയർ. വോളിയം എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ആണ്. സോ എമ്മിൻ്റെ എം ക്യൂബ് ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം ആണ്. സോ മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. മാസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ്, വോളിയത്തിൻ്റെ മീറ്റർ ക്യൂബ് ആണ്. സോ കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ units that can be stated using fundamental units or that depend on fundamental units.
എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്? അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ട് പ്രസ്താവിക്കുന്നതോ ഫണ്ടമെന്റൽ യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതും അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വിൽപ്പന യൂണിറ്റുകൾ അല്ലെങ്കിൽ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ട് പ്രസ്താവിക്കുന്നതും അല്ലേ. ഇപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതാ? ഇപ്പോൾ എന്താ പറയുക, ഏരിയയുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതാ? ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ ആ ലെങ്ത് ഉപയോഗിച്ചിട്ട് പ്രസ്താവിക്കുന്നതോ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതായ യൂണിറ്റുകളെയാണ് എന്ത് പറയുന്നത്? വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എം ഇൻറ്റു എം, എം സ്ക്വയർ, എം ക്യൂബ്, എം, അതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റുകളാണ് അല്ലേ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് യൂണിറ്റുകളാണ്. ഇപ്പോൾ എം സ്ക്വയർ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ഡിറൈവ്ഡ് ഏരിയയുടെ ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് എം സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ യൂണിറ്റുകളൊക്കെ എഴുതുമ്പോൾ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റൂൾസ് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് ഈ യൂണിറ്റുകളും അവയുടെ സിമ്പിൾസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ സാദേശികമായിട്ട് പാലിക്കേണ്ട ചില നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. 2 ഭൗതിക അളവുകളുടെ യൂണിറ്റുകൾ ശരിയായ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ഇവിടെ ഒരു ടെക്സ്റ്റിൽ ഒരു എണ്ണം കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇവിടെ എന്താണ്? മാസ് ഓഫ് 1.5 ലിറ്റർ ഓഫ് വാട്ടറിനെ എന്ത് പറയാം? 1.5 കിലോഗ്രാം എന്ന് പറയാം. മാസ് ഓഫ് 1.5 ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 1.5 കിലോഗ്രാം. അങ്ങനെയാണ് അതിൻ്റെ യൂണിറ്റ് എഴുതുന്നത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് പറയാം. ഓക്കെ, ഡെൻസിറ്റി ഓഫ് വാട്ടറിന് ഇങ്ങനെ നമുക്ക് എഴുതാം. അതിൻ്റെ യൂണിറ്റ് ഇങ്ങനെ എഴുതാം. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ജനറൽ റൂൾസ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കറക്റ്റ് മെത്തേഡ് എങ്ങനെ എഴുതുക എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അത് കറക്റ്റായിട്ട് എഴുതേണ്ടതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ എന്താണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 1.5 കിലോഗ്രാം. യൂസ് ലോവർ കേസ് ഓഫ് ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഫസ്റ്റത്തെ റൂൾ എന്താണ്? യൂസ് ലോവർ കേസ് ഓഫ് ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏറ്റവും ചെറിയ അക്ഷരങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? ഈ കിലോഗ്രാമിൻ്റെ kg എന്ന് പറയുന്നത് എല്ലാം ക്യാപിറ്റലാണ്. ഇവിടെ എന്താ എഴുതിയിരിക്കുക? സ്മോൾ ലെറ്റർ. സോ നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ നമ്മൾ എന്താണ്? ചെറിയ അക്ഷരങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്? kgs റോങ്. ഡോണ്ട് യൂസ് പ്ലൂരൽസ്. നമ്മൾ kgs ഇത്ര കൂടുതൽ, ഇപ്പോൾ 1000 kgs അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എഴുതില്ല. kgs അതൊരു പ്ലൂരൽ നമ്മൾ ഉപയോഗിക്കില്ല. kg എന്ന് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ലീവ് എ സ്പേസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് ദ സിമ്പിൾ. നമ്പറും സിമ്പിളും തമ്മിൽ ഒരു സ്പേസ് എപ്പോഴും കീപ്പ് ചെയ്യണം. ഓക്കെ, ഒരു സ്പേസ് ഇട്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഒരുമിച്ച് എഴുതരുത്, അത് തമ്മിലൊരു സ്പേസ് ഉണ്ടായിരിക്കണം. കമ്പൈൻ ദ സെയിം യൂണിറ്റ്സ്. ഇപ്പോൾ ഇപ്പോഴത്തെ എഴുതിയിരിക്കുന്നത് കണ്ടോ? kg പെർ എം പെർ എം പെർ അതായത് kg ബൈ എം ബൈ എം ബൈ എം ഇതിനൊക്കെ കൂടിയിട്ട് kg ബൈ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. 3 m ഇല്ലേ, അപ്പോൾ അതിന് മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അപ്പോൾ കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. ഒരിക്കലും ഇങ്ങനെ നീട്ടി പരത്തി എഴുതരുത്. ഓക്കെ, നെക്സ്റ്റ്, ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് എ യൂണിറ്റ് വിത്ത് ദ നെയിം ഓഫ് എ യൂണിറ്റ്. ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് എ യൂണിറ്റ് വിത്ത് നെയിം ഓഫ് എ യൂണിറ്റ്. അതായത് നമ്മൾ ഒരിക്കലും അതിൻ്റെ സിമ്പിൾ അല്ലാതെ അതിൻ്റെ പേര് വെച്ച് എഴുതരുത്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വേർഡ്സിൽ എഴുതരുത്. നമ്മൾ എന്ത് എഴുതണം? kg ബൈ മീറ്റർ ക്യൂബ് എന്ന്, 1000 kg ബൈ മീറ്റർ. ഇതിൻ്റെ കറക്റ്റ് എഴുതിയിരിക്കുന്നത് കണ്ടോ? അപ്പോൾ അതുപോലെ എഴുതണം. ഓക്കെ, ഡോണ്ട് യൂസ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ദ സെയിം മെഷർമെൻറ്റ്. നമ്മൾ ഒരേ മെഷർമെൻറ്റിൽ ഡിഫറെൻറ്റ് യൂണിറ്റുകൾ എഴുതാൻ പാടില്ല. 1 കിലോഗ്രാം 500 ഗ്രാം അങ്ങനെ എഴുതരുത്. അപ്പോൾ അതിനെ ഒരുമിച്ച് എങ്ങനെ എഴുതാം? 1.5 കിലോഗ്രാം എന്ന് വേണം നമ്മൾ എഴുതാൻ. ഇപ്പോൾ 1 കിലോഗ്രാം 500 ഗ്രാം സാധനമാണെങ്കിൽ 1.5 കിലോഗ്രാം എന്നാണ് പറഞ്ഞിട്ട് നമ്മൾ എഴുതുക. 1.5 കിലോഗ്രാം എന്നാണ് എഴുതുക. ഡോണ്ട് യൂസ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ദി സെയിം മെഷർമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ് വെൻ റൈറ്റിംഗ് ദ നെയിം ഓഫ് ദി യൂണിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് സിമ്പിൾ. മനസ്സിലായോ?
യൂണിറ്റിന്റെ പേര് പ്രതീകത്തിന് പകരമായിട്ട് എഴുതുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? നമ്മൾ അക്ഷരങ്ങൾ ചെറിയ അക്ഷരം മാത്രമാണ് ഉപയോഗിക്കുക, വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കരുത്. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, കെയും മീറ്ററിലെ കെൽവിനും എമ്മും, അതെല്ലാം വലിയ അക്ഷരങ്ങളാണ്. ചെറിയ അക്ഷരങ്ങൾ വേണം എഴുതാൻ. കണ്ടില്ലേ, അവിടെ കറക്റ്റ് മെത്തേഡ് എഴുതിയിരിക്കുന്നതാണ്. 250 മീറ്റർ 273 കെൽവിൻ റൈറ്റ് സൈഡിൽ. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഇതാണ് നമ്മൾ യൂണിറ്റുകൾ എഴുതുമ്പോൾ പാലിക്കേണ്ട സാവദേശീയമായിട്ടുള്ള ജനറൽ റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ഇത് കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ എഴുതി പോകാൻ. ഓക്കെ, ഇതിലൊന്നും തെറ്റ് വരുത്തരുത്. ഓക്കെ, ഇനി കുറച്ച് അതർ റൂൾസ് നമുക്ക് നോക്കാം. കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ അതർ റൂൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് അല്ലേ. ന്യൂട്ടൺ അതെങ്ങനെയാണ് എഴുതുന്നത്? ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്. എന്നാൽ സ്മോൾ ലെറ്റർ നമ്മൾ എഴുതില്ല. ദ സിംബിൾസ് ഓഫ് ദി യൂണിറ്റ്സ് ഫോംഡ് ഫ്രം ദ നെയിംസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഷുഡ് ബി റിട്ടൺ യൂസിങ് അപ്പർ കേസ് ഓഫ് ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? അതായത് വ്യക്തികളുടെ പേരിൽ നിന്നും രൂപം കൊണ്ട യൂണിറ്റിൻ്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം എഴുതാൻ. ഇപ്പം ബലം അല്ലെങ്കിൽ ഫോഴ്സ് ന്യൂട്ടൺ എന്ന പേരിലാണ്, നമ്മൾ ന്യൂട്ടൺ എന്ന വ്യക്തിയുടെ പേരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതായത് വ്യക്തികളുടെ പേരിൽ നിന്നും രൂപം കൊണ്ട യൂണിറ്റിന്റെ പ്രതീകങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ അപ്പർ കേസ് ലെറ്ററുകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, നെക്സ്റ്റ് നീളം. അതായത് പ്രതീകത്തിന് ശേഷം കുത്ത്, കോമ എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. വാചകത്തിന് കുത്തോ കോമയോ ആവശ്യമെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ പ്രതീകത്തിന് ശേഷം നമ്മൾ കുത്തോ കോമ എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. ഡെസ്കിൻ്റെ നീളം 60 സെൻറ്റിമീറ്റർ ആണ്. അത് കറക്റ്റ് രീതി ആണ്. കഴിഞ്ഞിട്ട് നമ്മൾ കുത്തിട്ടു. ഇവിടെ നമ്മൾ ഡെസ്കിൻ്റെ നീളം 60 സെൻറ്റിമീറ്റർ, കുത്ത് ആണ്, കുത്ത് അങ്ങനെ നമ്മൾ എഴുതരുത്. സെൻറ്റിമീറ്റർ കുത്ത് വേണ്ട. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡെസ്കിൻ്റെ നീളമാണ് 60 സെൻറ്റിമീറ്റർ. ഡെസ്കിൻ്റെ നീളമാണ് 60 സെൻറ്റിമീറ്റർ, കുത്ത് അവിടെ വേണ്ട. ഓക്കെ, അപ്പോൾ സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടൊരു കുത്തിൻ്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. ഓക്കെ, വാചകത്തിന് കുത്തോ കോമയോ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ പ്രതീകത്തിന് നമ്മൾ കുത്തോ കോമയോ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ഊർജം എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് എൻ ക്യാപിറ്റലും എം സ്മോളുമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റുകളുടെ ഗുണിതങ്ങളായിട്ട് വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്ത് അല്ലെങ്കിൽ സ്പേസ് വേണം. അപ്പം ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ NM എന്ന് ഒരുമിച്ച് എഴുതരുത്. ന്യൂട്ടൺ മീറ്ററാണ് എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ NM ഒരുമിച്ച് എഴുതുന്നത് N സ്പേസ് M എഴുതാം, അല്ലെങ്കിൽ N കുത്ത് M എഴുതാം. NM എന്ന് പറഞ്ഞ് ഒരുമിച്ച് എഴുതരുത്. ഓക്കെ, യൂണിറ്റുകളുടെ ഗുണിതങ്ങളായിട്ട് വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്ത് അല്ലെങ്കിൽ സ്പേസ് വേണം. ഓക്കെ, a full stop or space should be used between the units formed as multiple of units. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ റൂൾസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം. അതായത് അളവ് ഉപകരണങ്ങൾ. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? നമ്മൾ സ്കെയിൽ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ, പിന്നെ ടേപ്പ് ഉപയോഗിക്കണം കണ്ടിട്ടുണ്ട് ഇല്ലേ. നിങ്ങളുടെ പപ്പമാരും അച്ഛന്മാരൊക്കെ എന്തെങ്കിലും അളവെടുക്കാൻ വേണ്ടി ടേപ്പ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. വലിയ അളവുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നീളത്തിൽ ടേപ്പ് ഉപയോഗിക്കാറുണ്ടല്ലേ. ഇതുപോലെ സ്കെയിൽ നമ്മൾ എന്ത് അളവെടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എത്ര ഇതിൻ്റെ അളവെടുക്കാൻ വേണ്ടി സ്കെയിൽ ഉപയോഗിക്കാൻ കണ്ടിട്ടുണ്ട് ഇല്ലേ. ഓക്കെ, ഇനി നമ്മളോട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് പേനയുടെ നീളം അങ്ങനത്തെ ചെറിയ അളവുകൾ നമ്മളോട് എടുത്തിട്ട് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അളവുകളുടെ ടേപ്പ് വീട്ടിലുണ്ടെങ്കിൽ ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഉയരം എന്നിവയൊക്കെ ഒന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സ്കെയിൽ അല്ലെങ്കിൽ ടേപ്പ് ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവ് ഏതാണ്? അതും നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. സ്കെയിൽ അല്ലെങ്കിൽ ടേപ്പ് ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവാണ് മില്ലിമീറ്റർ. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ പേനയുടെ നീളം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു പേനയുടെ നീളം ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉയരം എന്ന് പറയുന്നത് ഒരു 155 സെൻറ്റിമീറ്റർ, അങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താം. അപ്പോൾ സ്കെയിലെങ്കിൽ ടേപ്പ് ഉപയോഗിച്ചിട്ട് കണ്ടെത്താവുന്ന
ഏറ്റവും കുറഞ്ഞ അളവാണ് മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ടാണ് 0.1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്? ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ. ഇപ്പോൾ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് എന്ന് പറയുന്നത് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് എ ലീസ്റ്റ് കൗണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. സ്കെയിലിൽ എൻ്റെ ലീസ്റ്റ് കൗണ്ട് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 0.1 സെൻറ്റിമീറ്റർ ആണ്. സോ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് അളക്കാവുന്ന മെഷർ ചെയ്യാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ്, ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂവിനെയാണ് എന്ന് പറയുന്നത് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് പേപ്പറിൻ്റെ തിക്നെസ് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. ഇപ്പോൾ ഒരു സാക്ക് ഓഫ് പേപ്പർ നമ്മുടെ കയ്യിൽ സ്റ്റാക്ക് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇപ്പം എന്താ പറയുന്നത്, നമുക്ക് പേപ്പറുകൾ അടക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, ചിത്രത്തിൽ കണ്ടില്ലേ? ഇതുപോലെ പേപ്പറുകൾ അടക്കി വെച്ചിട്ട് അതിൻ്റെ തിക്നെസ് എത്രയാണ്, നമ്മളോട് പേപ്പറിൻ്റെ കനം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു പേപ്പറിൻ്റെ കനം. അപ്പോൾ പേപ്പറിൻ്റെ ആകെ പേപ്പറുകളുടെ എണ്ണം എത്രയാണ്? ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 500 ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ടെന്ന് വയ്ക്കുക. ഈ ഒരു കട്ടിയിൽ 500 ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ട്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തിക്നെസ് ഓഫ് ദി പേപ്പർ സാക്കിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 55 മില്ലിമീറ്റർ ആണ് വെച്ചോളൂ. സോ തിക്നെസ് ഓഫ് ദി പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? തിക്നെസ് ഓഫ് ദി പേപ്പർ സ്റ്റോക്ക്. എത്ര പേപ്പർ ഉണ്ടോ അത്ര പേപ്പറിൻ്റെ തിക്നെസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേപ്പേഴ്സ്. എത്ര പേപ്പർ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു പേപ്പറിൻ്റെ തിക്നെസ് കിട്ടും. ഓക്കെ, നമുക്ക് ഒരു പേപ്പറിൻ്റെ തിക്നെസ് അളക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബണ്ടിൽ ഓഫ് പേപ്പർ തന്നിട്ടുണ്ട്. അതിലൊരു പേപ്പറിൻ്റെ തിക്നെസ് നമുക്ക് കാണണം. സോ അതിൽ എത്ര പേപ്പർ ഉണ്ട് അതും കണ്ടെത്തുക. അതുപോലെ തന്നെ ആ മൊത്തം സ്റ്റോക്ക് പേപ്പറിൻ്റെ തിക്നെസ് കണ്ടെത്താം. അപ്പോൾ തിക്നെസ് ഓഫ് അത് എങ്ങനെയാണ്? അപ്പോൾ തിക്നെസ് ഓഫ് 1 പേപ്പർ എങ്ങനെയാണ് കാണുന്നത്? തിക്നെസ് ഓഫ് ദി ആ സ്റ്റോക്ക് ഓഫ് പേപ്പർ ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് പേപ്പർ. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ആൻസർ തിക്നെസ് ഓഫ് 1 പേപ്പർ നമുക്ക് കിട്ടും. ഓക്കെ, ആ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താം. നെക്സ്റ്റ് നമ്മൾ അളവ് ജാർ ഉപയോഗിച്ചിട്ട് വോളിയം കണ്ടെത്തുന്ന വിധമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അളവ് ജാർ ഉപയോഗിച്ചിട്ട് വോളിയം കണ്ടെത്തുന്ന വിധം. ഓക്കെ, let's try to the volume of a stone. Pour some water into measuring jar and mark its level. Tie the stone with a thread and dip into the water. Observe the rise in the water level. From this we can calculate the volume of the stone, which is equal to the volume of the water displaced. അതായത് ഒരു കല്ലിൻ്റെ വോളിയം കണ്ടെത്താൻ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു അളവ് ജാറിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ എന്തടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്? ഫോർ ദ വാട്ടർ മെഷറിംഗ് ദ മാർക്ക് ഇറ്റ്സ് ലെവൽ. അതിൻ്റെ വിധാനം അല്ലെങ്കിൽ ലെവല് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. കല്ലിനെ ഒരു നൂലിൽ കെട്ടിയിട്ട് ഇപ്പോൾ ഒരു അളവ് ജാറിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിൻ്റെ അളവ് അടയാളപ്പെടുത്താം. അതിൽ എത്രയാണ് ലെവലിൽ നിൽക്കണമെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് ഒരു കല്ലിനെ നൂലിൽ കെട്ടിയതിലേക്ക് താഴ്ത്തുക. എന്നിട്ട് അതിൻ്റെ എത്രയാണ് ലെവൽ എന്ന് പറയുന്നത്, അല്ലെ വെള്ളത്തിൻ്റെ ലെവൽ ഉയരുന്നുണ്ടല്ലോ, ഉയർന്ന് നിരീക്ഷിക്കുക. ഇതിൽ നിന്നും ഉയർന്ന ആ ഒരു ജലത്തിൻ്റെ വോളിയം കണക്കാക്കുക. ഇതിൽ കല്ലിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു ജാറിൽ വെള്ളം ഒഴിച്ചു, ആ വെള്ളത്തിൻ്റെ അളവ് നോക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കല്ല് കെട്ടിത്താക്കിയിട്ടിട്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ ജലനിരപ്പ് ഉയർന്ന കണ്ടു. അപ്പോൾ ആ ജലനിരപ്പ് ഉയരുന്നത് എന്ന് പറയുന്നത്, അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? കല്ലിൻ്റെ വോളിയത്തിനോട് ഈക്വൽ ആയിരിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരളവ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ യൂണിറ്റ് യൂസ്ഡ് ഇൻ ദ മെഷറിംഗ് ജാർ? മെഷറിംഗ് ജാറിൻ്റെ യൂണിറ്റ് എന്താണ്? മില്ലി ലിറ്റർ ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി മെഷറിംഗ് ജാർ? മെഷറിംഗ് ജാറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 10 മില്ലി ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇനീഷ്യൽ വാട്ടർ ലെവൽ ബിഫോർ ഡിപ്പിംഗ് ദ സ്റ്റോൺ. സ്റ്റോൺ ഡിപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വാട്ടർ ലെവൽ എത്രയാണ്? 250 ml ആണ്. വാട്ടർ ലെവൽ ആഫ്റ്റർ ഡിപ്പിംഗ് ദ സ്റ്റോൺ 375 ml ആണ്. സോ വോളിയം ഓഫ് ദി സ്റ്റോൺ എന്ന് പറയുന്നത് 375 - 250 ആണ്. എത്ര?
125 milliliter ആണ്. സോ 125 സെൻറ്റിമീറ്റർ ക്യൂബാണ് അതിൻ്റെ എന്ത് പറയുന്നത് കല്ലിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഉയർന്ന ജലനിരപ്പിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് മെഷറിങ് ടൈം യൂസിങ് എ സ്റ്റോപ്പ് വാച്ച്. നമ്മളോട് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമ്മളോട് ടൈം മെഷർ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ടൈം മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റോപ്പ് വാച്ച് ഒരു സമയ ഇടവേള നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. സ്റ്റോപ്പ് വാച്ച് ഒരു സമയ ഇടവേള എത്ര സമയത്തിനുള്ളിൽ എന്തോരം ചെയ്തു എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ആണ് സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ ലോഹഗോളത്തെ നൂലിൽ കെട്ടിത്തൂക്കുക, ലോഹഗോളത്തെ പിന്നോട്ട് വലിച്ച് സാവധാനം ഇടുക, ചലനം നിരീക്ഷിക്കുക. ഇത്തരത്തിലുള്ള 10 ദോലനങ്ങൾ എടുക്കുന്ന സമയം ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണ്ടെത്തി രേഖപ്പെടുത്തുക. അപ്പൊ 10 ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയം എത്രയാണ് എന്ന് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റോപ്പ് വാച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ടൈം ഇൻട്രവൽസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യുന്നത്. ആസ് ഷോൺ ഇൻ ഫിഗർ, എ മെറ്റൽ ബോൾ യൂസിങ് എ ത്രെഡ് ആൻഡ് ഹാങ് ഇറ്റ്, pull the ball slightly and release it into oscillator, observe the motion, measure the time taken 10 oscillation using a stopwatch. നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് സമയ ഇടവേള നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എത്ര ടൈമിൽ എത്ര ഓസിലേഷൻസ് ഉണ്ടായി, അല്ലെങ്കിൽ 10 ഓസിലേഷൻസിന് എത്ര സമയമെടുത്തു. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് സമയം അളക്കാനും സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ്സ് അസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ഇൻ ഈച്ച് ഗ്രൂപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദി അതേഴ്സ്. ഫസ്റ്റത്തെ കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോള്. ഇതിൽ കിലോമീറ്റർ ആണ് ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്നത്. അതർ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ബിഗ്ഗർ യൂണിറ്റ് ഓഫ് ദി ലെങ്ത് ആണ്. സോ ബാക്കിയുള്ളതൊക്കെ SI യൂണിറ്റ് ആണ്. കിലോമീറ്റർ എന്ന് പറയുന്നത് ബിഗ്ഗർ യൂണിറ്റ് ആണ്, ലെങ്ത്തിന്റെ ബിഗ്ഗർ യൂണിറ്റ് ആണ്. നെക്സ്റ്റിൽ ടൈം, ഏരിയ, മാസ്, ഇലക്ട്രിക് കറണ്ട്. അതിലെന്താണ് ഏരിയ ആണ് അല്ലേ. ഏരിയ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അതർ ആർ ബേസിക് യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റിൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. അതർ യൂണിറ്റ്സ് ആർ SI യൂണിറ്റ്. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആർ ഗിവൺ ബിലോ, ഫിൽ ഇൻ ദ ടേബിൾ. കിലോമീറ്റർ, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലിമീറ്റർ ആണ്. സെന്റിമീറ്റർ വെച്ച് പറയുമ്പോൾ 100 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ ആണ്. ഓക്കെ, അതും കൂടി നോട്ട് ചെയ്തേക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദ ഫോളോയിങ് മെഷർമെന്റ്സ് ടു SI യൂണിറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദർ വാല്യൂസ്. ഓക്കെ, അതായത് താഴെ തന്നിരിക്കുന്ന അളവുകളെ വിലയിൽ വ്യത്യാസം വരുത്താതെ SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2000 ഗ്രാം എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. 1 അവർ ഈസ് ഈക്വൽ ടു 3600 സെക്കൻഡ് ആണ്. 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 15,000 മീറ്റർ ആണ്. 200 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. ഓക്കെ, ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് മാസ് ആർ ഗിവൺ ബിലോ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് മാസ് ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദർ വാല്യൂസ്. കിലോഗ്രാം, മില്ലിഗ്രാം, ക്വിൻ്റൽ, ഗ്രാം. അത് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഏറ്റവും ചെറുത് മില്ലിഗ്രാം, പിന്നെ ഗ്രാം, കിലോഗ്രാം, നെക്സ്റ്റ് ക്വിൻ്റൽ. ഓക്കെ, എളുപ്പമുള്ളതാണ്. അപ്പം നമ്മുടെ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പാഠം പഠിക്കുക കേട്ടോ. എളുപ്പമല്ലേ, എല്ലാവർക്കും മനസ്സിലായി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പാഠങ്ങളായിട്ട് പുതിയ ചാപ്റ്ററൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.